ഇന്ത്യയെ മഹത്തായ രാജ്യമാക്കുന്നത് ഒരു പാർട്ടിയല്ല, നേതാവല്ല, ഒരു മതവുമല്ല. 140 കോടിയിലധികം ജനങ്ങളുടെ അധ്വാനവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കട്ടെ, പക്ഷേ മത്സരം വികസനത്തിലായിരിക്കണം, ആശുപത്രികൾ നിർമ്മിക്കുന്നതിലായിരിക്കണം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിലായിരിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലായിരിക്കണം, അഴിമതി കുറയ്ക്കുന്നതിലായിരിക്കണം അവർ തമ്മിലുള്ള മത്സരങ്ങൾ. നമ്മുടെ സ്വപ്നം ഒരു വികസിത ഇന്ത്യ മാത്രമല്ല, നീതിയുള്ള ഇന്ത്യ ആയിരിക്കണം, സമത്വമുള്ള ഇന്ത്യ ആയിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ ആയിരിക്കണം. അതിനാൽ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്: നാം വികസിക്കുന്ന രാജ്യമാണോ അതോ വികസനം അവകാശപ്പെടുന്ന രാജ്യമാണോ? വികസനം എന്നത് കണക്കുകളിലെ വളർച്ച മാത്രമല്ല, ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന മാറ്റമാണ്. ഒരു ഭാഗത്ത് കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു, മറുഭാഗത്ത് ദിവസവേതന തൊഴിലാളി തന്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്ന ആശങ്കയിൽ കഴിയുന്നു. ജനാധിപത്യം വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവുമാണ്. ഡെമോക്രസി ഈസ് നോട്ട് മിയർലി ദ റൈറ്റ് ടു വോട്ട്, ഇറ്റ് ഈസ് എ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. ഇതാണ് ദേശീയ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ട ലക്ഷ്യം. രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അധികാരമല്ല, ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തുക എന്നതായിരിക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ത്യ ഇന്ന് ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് അതിവേഗ വികസനത്തിന്റെ അവകാശവാദങ്ങൾ, മറുവശത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, സാമൂഹ്യ ധ്രുവീകരണം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. അതിനാൽ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്: നാം വികസിക്കുന്ന രാജ്യമാണോ അതോ വികസനം അവകാശപ്പെടുന്ന രാജ്യമാണോ? വികസനം എന്നത് കണക്കുകളിലെ വളർച്ച മാത്രമല്ല, ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന മാറ്റമാണ്. ഇന്ത്യയുടെ ശക്തി ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യൻ ഡിജിറ്റൽ ഇടപാടുകളിൽ ലോകത്തിന് മാതൃകയാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ ചരിത്ര നേട്ടങ്ങൾ കൈവരിക്കുന്നു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു. റോഡുകൾ, എക്സ്പ്രസ് വഴികൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ നവീകരണം ഇവയെല്ലാം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. ഇവ അംഗീകരിക്കേണ്ട നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ മഹത്വം അതിന്റെ പാലങ്ങളുടെ നീളമല്ല, ജനങ്ങളുടെ പുഞ്ചിരിയുടെ ആഴമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ 5 ചോദ്യങ്ങൾ ഇന്ന് ഓരോ ഇന്ത്യൻ പൗരനും രാഷ്ട്രീയത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് ജോലി കിട്ടുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? കർഷകനായ എനിക്ക് ന്യായമായ വില കിട്ടുന്നുണ്ടോ? ദരിദ്രന്റെ ജീവിതം മെച്ചപ്പെടുന്നുണ്ടോ? എൻ്റെ ഗ്രാമത്തിൽ ആശുപത്രിയും റോഡും കുടിവെള്ളവും സുരക്ഷിതമായ ജീവിതവുമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു സർക്കാരിനും ജനവിശ്വാസം ദീർഘകാലം നിലനിർത്താനാവില്ല എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. വികസനവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാമ്പത്തിക വളർച്ച പ്രധാനമാണ്, പക്ഷേ സാമ്പത്തിക വളർച്ചയുടെ ഫലം ആരുടെ കൈകളിലാണ് എത്തുന്നത്? ഒരു ഭാഗത്ത് കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു, മറുഭാഗത്ത് ദിവസവേതന തൊഴിലാളി തന്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്ന ആശങ്കയിൽ കഴിയുന്നു. ഗ്രാമീണ ഇന്ത്യയും നഗര ഇന്ത്യയും തമ്മിലുള്ള അകലം കുറയാതെ തുടരുന്നുവെങ്കിൽ വികസനം പൂർണ്ണമാകുകയില്ല. ഇന്ത്യയുടെ ശരാശരി പ്രായം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ്. ഇത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ അതേ യുവാക്കൾ തൊഴിൽ തേടി വർഷങ്ങളോളം പരീക്ഷകൾ എഴുതുന്നു. ചില പരീക്ഷകൾ ചോർന്നു പോകുന്നു, ചില നിയമനങ്ങൾ വൈകുന്നു, ചിലർ വിദേശത്തേക്ക് പോകുന്നു, ചിലർ പ്രതീക്ഷ കൈവിടുന്നു. ഒരു യുവാവിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭാവി നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. കർഷകന്റെ കണ്ണുനീർ. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവനാണ് കർഷകൻ. എന്നാൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവൻ തന്നെ കടബാധ്യതയിൽ കഴിയുന്നത് നമ്മുടെ ദേശീയ വിരോധാഭാസമാണ്. കൃഷി ലാഭകരമാകാതെ ഇന്ത്യ സമ്പന്നമാകുകയില്ല. കർഷകൻ സുരക്ഷിതനാകാതെ രാജ്യം സുരക്ഷിതമാകുകയില്ല. വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയും. ഒരു ആശുപത്രി തുറക്കുന്നത് ഒരു കെട്ടിടം പണിയുന്നതല്ല, ഒരു ജീവിതം രക്ഷിക്കാനുള്ള വാഗ്ദാനമാണ്. ഒരു സ്കൂൾ തുറക്കുന്നത് ഒരു ക്ലാസ് മുറി പണിയുന്നതല്ല, ഒരു തലമുറയെ രൂപപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ അയോധ്യ നൽകിയ രാഷ്ട്രീയ സന്ദേശം എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊന്നായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോകസഭാ മണ്ഡലത്തിലെ ഫലം. രാമക്ഷേത്ര നിർമ്മാണം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയമായിരുന്നിട്ടും അവിടുത്തെ വോട്ടർമാർ പ്രാദേശിക പ്രശ്നങ്ങളും തൊഴിലവസരങ്ങളും കർഷകരുടെ ആശങ്കകളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കൂടി പരിഗണിച്ച്
വോട്ട് ചെയ്തു എന്ന വിലയിരുത്തലുകൾ ഉയരുകയാണ്. ഈ ഫലം ഒരു പ്രധാന ജനാധിപത്യ സന്ദേശം നൽകുന്നുണ്ട്. ജനങ്ങൾ മതവിശ്വാസത്തെ ബഹുമാനിക്കും, പക്ഷേ അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കും അവർ ഒരുപോലെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഫലം നമ്മളെ വെളിപ്പെടുത്തുന്നത്. ഇതൊരു പാർട്ടിക്കെതിരെയോ അനുകൂലമായോ മാത്രം വായിക്കേണ്ട സന്ദേശമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശമാണത്. ജനാധിപത്യം ഭൂരിപക്ഷം മാത്രമല്ല. ഡോക്ടർ BR അംബേദ്കർ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: പൊളിറ്റിക്കൽ ഡെമോക്രസി കനോട്ട് ലാസ്റ്റ് അൺലെസ് ദെയർ ലൈസ് അറ്റ് ദ ബേസ് ഓഫ് ഇറ്റ്സ് സോഷ്യൽ ഡെമോക്രസി. സാമൂഹ്യ ജനാധിപത്യം ഇല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം ദീർഘകാലം നിലനിൽക്കുകയില്ല. അദ്ദേഹം ഭരണഘടന എഴുതി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മാത്രം നിന്നില്ല. ഭരണഘടന എങ്ങനെ സംരക്ഷിക്കണമെന്ന് മുന്നറിയിപ്പും അദ്ദേഹം നമുക്ക് നൽകുകയുണ്ടായി. ഗാന്ധിജിയുടെ താലിസ്മാൻ എന്ന് പറയുന്നത് നമുക്കറിയാം. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇന്നും രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമാണ്. റീകോൾ ദ ഫേസ് ഓഫ് ദ പൂറസ്റ്റ് ആൻഡ് ദ വീക്കസ്റ്റ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും ദരിദ്രനായ മനുഷ്യന് ഉപകാരപ്പെടുമോ എന്ന് ആദ്യം ചിന്തിക്കുക. ഇതെല്ലാ സർക്കാരുകൾക്കും ബാധകമായ ഒരു നൈതിക പരീക്ഷണമാണ്. മാധ്യമങ്ങളും നീതിന്യായ വ്യവസ്ഥയും. ജനാധിപത്യത്തിന്റെ 3 തൂണുകൾ ശക്തമായിരിക്കണം: സ്വതന്ത്ര മാധ്യമങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അധികാരത്തിലുള്ളവർ മാറും, എന്നാൽ സ്ഥാപനത്തിലുള്ള ജനവിശ്വാസം നിലനിൽക്കണം. രാഷ്ട്രീയം എവിടേക്കാവുന്നു എന്നുള്ളത് നാം എപ്പോഴും ചോദിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കട്ടെ, പക്ഷേ മത്സരം വികസനത്തിലായിരിക്കണം, ആശുപത്രികൾ നിർമ്മിക്കുന്നതിലായിരിക്കണം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിലായിരിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലായിരിക്കണം, അഴിമതി കുറയ്ക്കുന്നതിലായിരിക്കണം അവർ തമ്മിലുള്ള മത്സരങ്ങൾ, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലായിരിക്കണം അവരുടെ മത്സരങ്ങൾ. 2047 സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാകുക എന്നത് മാത്രം മതിയാകുകയില്ല. ലോകത്തിലെ ഏറ്റവും നീതിയുള്ള ജനാധിപത്യമായി മാറുക എന്നതും നമ്മുടെ ലക്ഷ്യമാകണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മഹത്തായ രാജ്യമാക്കുന്നത് ഒരു പാർട്ടിയല്ല, നേതാവല്ല, ഒരു മതവുമല്ല, 140 കോടിയിലധികം ജനങ്ങളുടെ അധ്വാനവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തെ വിദ്വേഷത്തിന്റെ ഭാഷയിൽ നിന്ന് സേവനത്തിന്റെ ഭാഷയിലേക്ക് തിരികെ കൊണ്ടുവരാം. അധികാരത്തെക്കാൾ ഉത്തരവാദിത്വത്തെ ബഹുമാനിക്കാം, വിഭജനത്തെക്കാൾ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കാം, വികസനത്തെ കണക്കുകളിൽ മാത്രം അളക്കാതെ മനുഷ്യരുടെ ജീവിതത്തിൽ അളക്കാം. അവസാനമായി മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം: ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ഡ്രീം ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നമ്മുടെ സ്വപ്നം ഒരു വികസിത ഇന്ത്യ മാത്രമല്ല, നീതിയുള്ള ഇന്ത്യ ആയിരിക്കണം, സമത്വമുള്ള ഇന്ത്യ ആയിരിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ ആയിരിക്കണം. അതാണ് യഥാർത്ഥ വികസിത ഭാരതം. ജയ് ഹിന്ദ്.